എന്റെ അക്ഷരം കൊണ്ട് ഞാൻ എന്തു സംസാരിച്ചാലും എനിക്ക് ലഭിക്കും. ഹല്ലേലൂയ. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് സർവശക്തനായ ദൈവം സംസാരിച്ചു. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ഭവനത്തില് ഒരു കുഞ്ഞു കൊച്ചിങ്ങനെ മുട്ടയിലഴിഞ്ഞ് നടന്ന് പിന്നെ അവൻ കൈ പിടിച്ച് നടക്കാനുള്ള പ്രായമായി. ജസ്റ്റ് വാക്കിങ്. ഓക്കെ, തപ്പി ഇങ്ങനെ നടക്കുന്ന പ്രായമായപ്പോൾ വല്യമ്മച്ചിമാർ പറയും, ഓനെ സൂക്ഷിച്ച് നടക്കാൻ അല്ലെങ്കിൽ നീ വീഴും എന്ന് പറയാറില്ലേ? വീണ്ടും വല്യമ്മച്ചിമാർ വേറൊരു ഐഡിയ പറയും, അവനെ പിടിച്ചു അല്ലെങ്കിൽ അവൻ തലേ കുത്തി വീഴും. ഇപ്പൊ കിടക്കുന്നു. കാരണം എന്താ? അവര് പറഞ്ഞതുകൊണ്ട് സംഭവിച്ചു. ഓക്കെ, നിങ്ങളറിയാമല്ലോ, നിങ്ങൾ ഈ കണ്ണ് കിട്ടുക പറയുന്നില്ലേ? നിങ്ങളൊരു വലിയ തെങ്ങ് നിറച്ചു കാഴ്ച കിടക്കുക. അപ്പൊ അയൽവാസി ഇങ്ങനെ നടന്നു പോവാ. എന്നിട്ട് തോമാച്ചേട്ടാ, എന്തോരു നല്ല കായ, എന്നേരുമായി പിടിച്ചിരിക്കുന്നത്. അപ്പൊ തോമാച്ചേട്ടൻ പറയും, അവൻ കരിനാക്ക് നാളെ തൊട്ട് അത് ഒഴിയാൻ പറഞ്ഞു. ആരാ പറയുന്നത്? ഉടമസ്ഥ. എന്റെ മേലെ ആരുടെയും കണ്ണ് പതിക്കത്തില്ല. എന്റെ മേൽ ആരുടെയും അസൂയകൾ ബാധിക്കുകയില്ല. എന്റെ ഉള്ളിലുള്ളവൻ പുറമെയുള്ളവനെക്കാളും വലിയവനാണ്. അവന്റെ പേരെന്താന്ന് ഉറക്കെ പറഞ്ഞേ. ഞാൻ കേട്ടിട്ടില്ല. ഏറെക്കുറെ ശബ്ദമായി വരുന്നുണ്ട്. എന്നാലും കുറച്ചു പേരൊന്നും സംസാരിച്ചിട്ടില്ല. ദൈവത്തിന്റെ ഉള്ളിൽ ക്രിസ്തുവിനോട് കൂടെ ഞാൻ ദൈവത്തിന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന് ദൈവത്തിന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് ശത്രുവിന് എന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. പറയേ, മരണത്തിന് എന്നെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. രോഗത്തിന് എന്നെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദാരിദ്ര്യത്തിന് എന്നെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഞാൻ ക്രിസ്തുവേശുവിൽ ഓക്കെ. ഞാനിപ്പോൾ പറഞ്ഞു, തിരുവനന്തപുരത്ത് ഞാനൊരു ശുശ്രൂഷയിൽ വാൽവില്ലായിരുന്ന ഒരു സഹോദരിക്ക് വാൽവ് കർത്താവ് പുതിയത് വെച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു കണ്ണ് കാഴ്ചയില്ലാത്ത കൃഷ്ണമണി എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു ഒരു കൊച്ചു പറയുന്നത്. തിരുവനന്തപുരത്ത് കൺവെൻഷന് വന്ന് പ്രാർത്ഥിച്ചു. ആ സ്പോട്ടിൽ കൃഷ്ണമണി ഇങ്ങനെ രൂപപ്പെടുന്നത് ഞങ്ങൾ കണ്ടു. പുതിയത് ഉണ്ടായിരുന്നു. അപ്പം കർത്താവായ ദൈവം തമ്പുരാന് കടലിന് നേരെ നടക്കാമെങ്കിൽ, മുടന്തനെ അന്ന് നടത്താമെങ്കിൽ, അന്ന് ലാസറിനെ ഉയർപ്പിക്കാമെങ്കിൽ, അതേ ദൈവം ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ അവൻ ഇന്നും ചെയ്യും. അവൻ ഇന്നും ചെയ്യും. നിങ്ങളുടെ ഉള്ളിലേക്ക് വിശ്വാസത്തിന്റെ തരംഗങ്ങൾ കടന്നു കയറട്ടെ. വിശ്വാസത്തിന്റെ കിരണങ്ങൾ ശക്തിയായി നിങ്ങളുടെ ഹൃദയത്തിൽ ജ്വലിക്കട്ടെ. അടുത്തിരിക്കണം, എനിക്ക് മാറണം, എനിക്കൊരു പുതിയ സൃഷ്ടിയാകണം, എനിക്ക് എരിവുള്ളവനാകണം, തീഷ്ണതയുള്ളവനാകണം. ദാസൻ പറഞ്ഞു, ഈ ചങ്ങലയൊഴികെ, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്ത വിലങ്ങണിച്ച ഈ ചങ്ങലയൊഴികെ നിങ്ങൾ എല്ലാവരും എന്നെ പോലെയാണ്. അഗ്രിപ്പ എന്ന രാജാവിന്റെ മുൻപിൽ പൗലോസ്ലീഹ വിളിച്ചു പറഞ്ഞൊരു കാര്യം, ധൈര്യമുണ്ടോ? ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണോ? ആണോ? ഈ വർഷമൊക്കെ പരീക്ഷ റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ പോകാൻ അവൻ്റെ കൂടെ? അവൻ്റെ രണ്ടാം വരവില് അവൻ എഴുന്നള്ളി വരുമ്പോൾ നിങ്ങൾ പോകാൻ തയ്യാറാണോ? അതോ വേറെ എന്തെങ്കിലും ബാങ്കിൽ ബാലൻസ് കിടക്കുക അതെന്നാ ചെയ്യും? വലിയൊരു കൊട്ടാരം പോലെ വീട് പണിതിരിക്കുക, അതെന്നാ ചെയ്യും? അത് ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ലല്ലോ. ഇതിനേക്കാളും വലിയൊരു കൊട്ടാരം സ്വർഗത്തിൽ നിനക്കായി കർത്താവ്. ആ ഒരു കോൺസെപ്റ്റ് ആണ്, ആ ഒരു ശക്തിയാണ് വേണ്ടത്. ദൈവത്തിന് അസാധ്യമായത് ഒന്നും ഇല്ല. എന്റെ യേശുവിന് അസാധ്യമായത് ഒന്നും ഇല്ല.
എന്നെ മാറ്റും, എൻ്റെ ഭർത്താവിനെ മാറ്റും, എൻ്റെ ഭാര്യയെ മാറ്റും, എൻ്റെ മക്കളെ മാറ്റും, എൻ്റെ മാതാപിതാക്കളെയും മാറ്റും. സന്തോഷിക്കുന്നുണ്ടോ? സന്തോഷമുള്ള എന്ത് ചെയ്യും? ഉടനോട് പറഞ്ഞു നിന്നെ കിടക്കിയമെടുത്ത് നീ നടക്കില്ല. അപ്പൊ അവനൊരു സംശയം തോന്നുക, അയ്യോ ഞാൻ ഈ തളർന്നു കിടക്കുന്നവരെ എന്നാ ചെയ്യാൻ പറ്റും? ഇദ്ദേഹമാണ് എങ്ങനെ എനിക്ക് നടക്കാൻ പറ്റും എന്ന് ചിന്തിച്ചില്ലെങ്കിൽ അദ്ദേഹം നടക്കുമോ? നടക്കത്തില്ല. അദ്ദേഹം കർത്താവ് പറഞ്ഞ രേമ വാക്ക് ഏറ്റെടുത്തിട്ട് ഒറ്റ ചാടി ഒന്ന് എഴുന്നേറ്റു. അതുപോലെ നിങ്ങളൊന്ന് ചാടി എഴുന്നേറ്റു. ചാടി അങ്ങനെയൊന്നും ചെയ്യരുത്. ചാടി ആസൂത്രം വേണ്ട കേട്ടോ. ഇരിക്കാതെ നിന്നുകൊണ്ടിരിക്കുക അത് വേണ്ട. അവിടെ എല്ലാവരും ഇരുന്ന് ചാടി എഴുതി. ഓക്കെ, ഇനി പറയുന്നത് പോലെ ചെയ്യണം കേട്ടോ. എല്ലാവരും ഇരുന്ന് അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കിക്കൊണ്ട് നിങ്ങൾ ഈ പ്രവർത്തിക്കണം കേട്ടോ. റെഡിയല്ലേ? എഴുന്നേറ്റ് പ്രകാശിക്കുക. ആരും പറഞ്ഞില്ലേ? എഴുന്നേറ്റ് പ്രകാശിക്കാൻ അടുത്തിരിക്കുന്നവരോട് പറ. ഇരിക്കും, എല്ലാവരും ഇരിക്കും. അടുത്ത് നിൽക്കുന്നവനെ നോക്ക്, അടുത്തിരിക്കുന്നവനെ നോക്ക്. റെഡിയല്ലേ? അടുത്തിരിക്കാൻ നോക്കിയോ? എഴുന്നേറ്റ് പ്രകാശിക്കുക. അപ്പൊ എഴുന്നേറ്റിട്ടാ പ്രകാശിക്കാൻ പറയുന്നത്. നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് വേണം എഴുന്നേറ്റ് പ്രകാശിക്കാൻ. ഓക്കെ, റെഡിയല്ലേ? ഇരിക്കും. അടുത്തിരിക്കുന്നവരുടെ മുഖത്ത് നോക്കിയ എന്നിട്ട് പറയാം എഴുന്നേറ്റ് പ്രകാശിക്കാം. ഒന്ന് കഴിവുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കഴിവുണ്ട്. അപ്പൊ നിങ്ങൾ ഇത്ര നേരം അഭിനയിക്കുകയാണ്. കഴിവില്ല എന്നാണ് അഭിനയിക്കുകയല്ലേ? അത് നടക്കുകയല്ലോ. അപ്പൊ സമ്മതിച്ചല്ലോ. ദൈവത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം. എഴുന്നേറ്റ് പ്രകാശിക്കാൻ അറിയാമോ? അറിയാമോ? നിങ്ങൾ കാണിച്ചു മിണ്ടുന്നില്ല. എഴുന്നേറ്റ് നോക്കുക. അതല്ല ചെയ്യേണ്ടത്. നിങ്ങൾ പറയണം എഴുന്നേറ്റ് പ്രകാശിക്കുക. നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പറയണം എഴുന്നേറ്റ് പ്രകാശിക്കാൻ. ഇതാണ് ദൈവത്തിന്റെ വിശ്വാസം. രണ്ട് വിശ്വാസത്തെ കുറിച്ച് പഠിപ്പിക്കാം. രണ്ട് വിശ്വാസം. ഒന്നിപ്പോ പറഞ്ഞു ദൈവത്തിന്റെ വിശ്വാസം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഓക്കെ. രണ്ടാമത് ജനറൽ ഫെയ്ത്ത്, സാധാരണമായിട്ടുള്ള വിശ്വാസം. നടക്കാൻ പറയുമ്പോൾ അവൻ എഴുന്നേറ്റ് നടക്കണമെങ്കിൽ അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ വിശ്വാസം ഉടലെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് വിശ്വാസമാണ് വേണ്ടത്? ആ വിശ്വാസം ഉണ്ടെങ്കിലാണ് ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നത്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നത്, വിടുതലുകൾ സംഭവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് മാറണം, എന്നെ കർത്താവ് മാറ്റിയേ പറ്റൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ കേട്ടനുസരിച്ചാൽ നിനക്കൊന്നും ആപത്ത് വരത്തില്ല. ഹല്ലേലൂയ. സെന്റ് പാട്രിക് എന്ന് പറഞ്ഞ വലിയൊരു ദേവദാസൻ ഉണ്ടായിരുന്നു. സെന്റ് പാട്രിക് നിങ്ങൾക്കറിയാം അല്ലെ? സെന്റ് പാട്രിക്കിനെ കുറിച്ച് കേട്ടില്ലേ? വിശുദ്ധ പാട്രിക്. അദ്ദേഹം അയർലൻഡിലെ ഒരു പുതിയ ദേവദാസനാണ്. അദ്ദേഹം സുവിശേഷം പറയുമ്പോൾ പാമ്പുകൾ വന്നു, പാമ്പുകളെ ശപിച്ചു. ഇന്ന് വരെ അവിടെ ഒരു പാമ്പ് കയറിയിട്ടില്ല അയർലൻഡിൽ. ഹല്ലേലൂയ. അപ്പോ ഈ സെന്റ് പാട്രിക് പള്ളിയില് പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് മുടി ഇറങ്ങിയത് എന്നെ പരിശുദ്ധാത്മാവ് സിമിത്തേരിയിലേക്ക് നയിക്കുകയാണ്. അവർ കൊച്ചു കുട്ടികൾ സിമിത്തേരിയിലേക്ക് നയിക്കുകയാണെങ്കിൽ എൻ്റെ അപ്പം മരിച്ചിട്ട് 6 മാസമായി. അപ്പനെ ഉയർത്തെഴുന്നേറ്റ് കുറച്ചു മുമ്പ് നിങ്ങൾ പ്രസംഗിച്ചല്ലോ, ലാസറിനെ ഉയർപ്പിച്ച യേശു നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്നാൽ പിന്നെ എൻ്റെ അപ്പൻ അവിടെ കിടപ്പുണ്ട്, 6 മാസം മുമ്പ് മരിച്ചു കൊണ്ട, ഒന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. അദ്ദേഹം പറഞ്ഞു വാ. അദ്ദേഹം പരിവാരങ്ങളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു കല്ലറ തുറക്കാൻ. കല്ലറ തുറന്നു. യേശുവിന്റെ നാമത്തിൽ 6 മാസങ്ങൾക്ക് മുമ്പ് ശവം എഴുന്നേറ്റുമ്പോൾ ജീവൻ പ്രാപിക്കുന്നു.
ആ ശരീരം, ആ മരിച്ചത് എല്ലാം കൂടെ അസ്ഥിയെല്ലാം കൂടി ചാടി എഴുന്നേറ്റ് ഉള്ള മുമ്പിൽ വന്നു. ധാരാളം അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു സംഭവമാണ് ദൈവവചനം. മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലുണ്ട്. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ഈജിപ്തിൽ നിന്ന് പോരെ, നിന്നെ ഞാൻ രക്ഷിക്കാം. കർത്താവ് പറഞ്ഞു. അതനുസരിച്ച് അദ്ദേഹം ചെങ്കടലിന് മുമ്പിൽ വന്ന് നിൽക്കുക. ഇതാണ് ചെങ്കടൽ എന്ന് വിചാരിച്ചു. തൊട്ട് പിന്നാലെ ഫറോയുടെ ആൾക്കാരെല്ലാം വിടുക കൊല്ലാൻ വേണ്ടി. അപ്പം മോശ പറഞ്ഞു, ഞങ്ങളിപ്പോൾ ഫറോയുടെയും ചെങ്കടലിനെയും നടുക്കാൻ ഞങ്ങളെ ഇതിൻ്റെ അകത്ത് മുക്കിക്കൊല്ലണോ കർത്താവെ ചോദിച്ചു. അപ്പം കർത്താവ് പറഞ്ഞു, നിന്റെ കയ്യിലെന്താ? അടുത്തിരിക്കുന്നവർ നിന്റെ കയ്യിലെന്താ ചോദിച്ചു. നിന്റെ കയ്യിലെന്താ ഒന്ന് ചോദിക്കൂ. അങ്ങനെ ചോദിച്ചേ, ചേച്ചി ചോദിച്ചേ, ചേട്ടനോട് ചോദിച്ചേ, നിങ്ങളുടെ കയ്യിലെന്താ? ആ, എന്റെ കയ്യിൽ നിന്റെ കയ്യിലെന്താ അല്ലേ? അപ്പോ കർത്താവ് ചോദിച്ചു, നിന്റെ കയ്യിലെന്താ? ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ മതി. എന്താണ്? അവിടെ നീട്ടാം. അതായത് രാത്രി മുതൽ വൈകുന്നേരം മുതൽ രാവിലെ വരെ അദ്ദേഹം കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട്, ആ കൈ വടി ഇങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ട് നിന്നു. ചെങ്കടൽ പ്രഭാതമായപ്പോൾ രണ്ടായി പിളർന്നു, രണ്ട് ഭിത്തി ഐസുകട്ടയായി മാറി. ഇവിടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അറിയാമോ നിങ്ങൾക്ക്? ഹാർട്ടിലൂടെ വന്ന് ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഫുൾ ബോഡിയിൽ. എത്ര പേർക്കറിയാം സത്യം? കുറെ പേർക്കെങ്കിലും അറിയാം. യെസ്, രക്തം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ ശരീരത്തിൽ. എന്ന് പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിന്റെ നാമം നിന്റെ ഹൃദയത്തിൽ ഓടിക്കൊണ്ടേയിരിക്കണം. സന്തോഷമില്ലേ? ആനന്ദമില്ലേ? യേശുവിന്റെ നാമം എപ്പോഴും നിന്റെ നാഡി ഞരമ്പിലൂടെ, നിന്റെ രക്തത്തിലൂടെ, നിന്റെ ഹൃദയത്തിലൂടെ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ അർത്ഥം, എപ്പോഴും നീ യേശുവിനെ വിചാരിച്ചു കൊണ്ടിരിക്കണം. യേശുവിനെ വിചാരിച്ചാൽ പിന്നെ ഒന്നും പേടിക്കണം. പിന്നെ എല്ലാം റോക്കറ്റ് പോലെ പോകുന്നു. കാളവണ്ടിയിലായിരുന്നു ഇന്നലെ വരെ പോയത്. റൂഹാധ്യാനത്തിൽ വന്നതിന് ശേഷം റോക്കറ്റിലാണ് പോകുന്നത്. ജീവിതം മാറിയ മാറ്റം, ജീവിതം മാറുന്ന മാറ്റം ഒന്ന് ആലോചിക്കും. ജീവിതത്തിൽ സ്പീഡില്ലെങ്കിൽ സ്പീഡാവും. 10 വർഷം കൊണ്ട് നേടുന്നത് ഈ റൂഹാധ്യാനത്തിന്റെ അഭിഷേകം കൊണ്ട്, കർത്താവിന്റെ അഭിഷേകം കൊണ്ട് നിങ്ങൾക്ക് 1 വർഷം കൊണ്ട് കിട്ടും. 10 വർഷം കൊണ്ട് നേടേണ്ടത് 1 വർഷം കൊണ്ട് കിട്ടിയാൽ 9 വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ലാഭമാണ്. ആലോചിക്കുന്നത് ആ ഒരു ചിന്താഗതി വേണം. 1000 കിലോമീറ്റർ നടന്നു തീരേണ്ട ദൂരം 1 കിലോമീറ്റർ കൊണ്ട് കർത്താവ് നിനക്ക് എത്തിച്ചേരും. അതാണ് ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ നല്ല അനുഗ്രഹം. ആ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ മുട്ടിപ്പായി ജീവിക്കുക. ഓക്കെ, ഹല്ലേലൂയ. നിങ്ങൾ പറയും, ചാടി എഴുന്നേറ്റ് പ്രകാശിക്കാൻ പറഞ്ഞു. ചാടി എഴുന്നേറ്റ് പ്രകാശിക്കാൻ പറ. ചേട്ടന്റെ പേരെന്നാ? ജോർജ് ചേട്ടാ. ചാടി എഴുന്നേറ്റ് പ്രകാശിക്കാൻ ഭാര്യയോട് പറഞ്ഞു. എഴുന്നേറ്റില്ല, എഴുന്നേറ്റില്ല. അത് നേരത്തെ പറഞ്ഞ എനിക്കത് എഴുന്നേക്കാൻ പറ്റിയാലെന്നല്ലേ പറഞ്ഞേ? ആണോ? ഇപ്പൊ പുള്ളിക്കാരൻ എഴുന്നേറ്റു. നീ കുറച്ച് കഴിയുമ്പോൾ നടക്കും. കുറച്ച് മുമ്പ് വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ പറയും വേദന ഇല്ലെന്ന് പറയും. ആണോ? റെഡിയാണോ? വേദന ഉണ്ട്. ഇരുന്നു. നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ ജ്വലിപ്പിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസം നമ്മളിങ്ങനെ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ അല്ലേ? എൻജിനൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് മെല്ലെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ടൈമൊക്കെ എടുക്കും. ഓക്കെ, അപ്പം നാളെ ആകുമ്പോൾ കുറച്ചുകൂടെ മൂവ് ആവും. കൗൺസിലിംഗ് പൂർണ്ണമായി ചെയ്തവര് എത്ര പേരുണ്ട്? ചെയ്തവര് വലിയ മതിലുള്ള ഭയാനകമായ ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ പിടിച്ചടക്കാമെങ്കിൽ ഗേറ്റ് അടിച്ചു പൊളിക്കണം. അത് സാധാരണക്കാർക്കൊന്നും അടിച്ച് പൊളിക്കാൻ പറ്റത്തില്ലാത്ത ഗേറ്റാണ്. അപാര ശക്തിയാണ് ആ ഗേറ്റിന്, ബലമാണ്. അപ്പൊ ഇവരെന്താ, ആനേനെ ട്രെയിൻ ചെയ്യും. വലിയ ആനകളെ ട്രെയിൻ ചെയ്യും. ഈ ട്രെയിൻ ചെയ്ത് എങ്ങനെയാ? വലിയ തടിയുണ്ടല്ലോ, നീണ്ടിരിക്കുന്ന തടി. അതിങ്ങനെ ആന 2-3 ആന ഒരുമിച്ച് പിടിച്ചു വന്നിട്ട് ഈ തടി കൊണ്ട് ഈ ഗേറ്റിൽ ഇടിപ്പിക്കും.
അങ്ങനെ നിരന്തരമായി ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ഒരു മാസമൊക്കെ കഠിനാധ്വാനം ആനയെ കൊണ്ട് ചെയ്യിച്ചു കഴിയുമ്പോഴാണ് ഈ മതിലിടിഞ്ഞ് വീഴുന്നത്. അങ്ങനെ ആ രാജ്യം അവർ പിടിച്ചെടുക്കും. അപ്പം നമുക്ക് ഒരു രോഗത്തെ പിടിച്ചടക്കണമെങ്കിൽ ചില സമയത്ത് ആ രോഗത്തിൻ്റെ വ്യാപ്തിക്കനുസരിച്ച് നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് ചിലപ്പോൾ ഒരു നിമിഷം കൊണ്ട് മാറും, ചിലപ്പോൾ ഒരു മാസം കൊണ്ട് മാറും, ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് മാറും, ചിലപ്പം 2 വർഷം എടുക്കുമായിരിക്കാം. പക്ഷെ എങ്കിലും മാറും. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എങ്ങനെയാണ്? നിരന്തരം നമ്മുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. നിരന്തരം നമ്മൾ നമ്മുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. തോമസ് തലവരെ ബൈബിളിൽ അഭിഷേകം ചെയ്യപ്പെട്ട എല്ലാവർക്കും ദൈവപ്രവൃത്തി ചെയ്യുവാൻ സാധിക്കും. ഹല്ലേലൂയ. ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ എന്നിട്ട് വേണം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വിടുതൽ കിടക്കാൻ. എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിന്യൂ ആയിട്ട് എല്ലാ ദിവസവും വിടുതലിന്റെ ആവശ്യം? എന്താണ് കാരണം? ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാളും വലിയവൻ. ആ ഒരു ബോധ്യവും ധൈര്യവും വിശ്വാസവും നിന്റെ അകത്തളത്തിൽ തിളച്ചു മറിയുന്നുണ്ടെങ്കിൽ ഒരുത്തനും നിന്നെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. ഈവൻ നിന്നെ വിഷമിപ്പിക്കാൻ പറ്റത്തില്ല, ഈവൻ നിന്നെ ദുഃഖിപ്പിക്കാൻ പറ്റത്തില്ല, ഈവൻ നിന്നെ ഉപദ്രവിക്കാൻ പറ്റത്തില്ല. ഇതിന്റെ കാരണം എന്താണ്? നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാളും വലിയവൻ. ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ